ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു ദ ന്യൂ ട്യൂട്ടോറിയൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓഫ് ജേസൺ ആണ് നമ്മൾ ഗോല്. കാരണം ജേസൺ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമുക്ക് ഈ API റെസ്പോൺസസ് അല്ലെങ്കിൽ APIയുടെ റിക്വസ്റ്റ് എല്ലാം ജേസൺ ഫോമാറ്റിലായിരിക്കും. ഐ തിങ്ക് ലിറ്ററലി ലൈക്ക് എവറി പ്ലാറ്റ്ഫോമിനും ജേസൺ ആയിട്ടാണ് കൂടുതലായിട്ടും ലൈക്ക് 90% or 80% കൂടുതൽ ആൾക്കാരും ജേസൺ ആണ് പ്രിഫർ ചെയ്യുക, ലൈക്ക് ഫോർ ഡാറ്റ ഹാൻഡ്ലിംഗ് ആസ് വെൽ ആസ് ഫോർ ദ API റെസ്പോൺസസ്. സോ അത് കാരണം കൊണ്ട് നമുക്ക് ജേസൺ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ ഇൻ ഹിയർ നമുക്കൊരു മൈ ജേസൺ എന്ന് പറഞ്ഞുള്ള വേരിയബിൾ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ജേസണിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, പിന്നെ പാസ്റ്റ് എന്നുള്ള ട്രൂവും ഫോൾസും ആയിട്ടുള്ള ബൂളിയൻ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡേറ്റ ആയിരിക്കുമല്ലോ നമുക്ക് API വെച്ച് നമുക്ക് കിട്ടുമ്പോൾ കിട്ടുക. സോ ഞാനിവിടെ ആദ്യം പറയുകയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ API ഡേറ്റ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഗോലിക്ക് കൊണ്ടുവരേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറയുകയാണെന്ന് മൈ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുത്തു, സ്ട്രക്റ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതിനൊരു ഫസ്റ്റ് നെയിം ഉണ്ട്, ക്യാപിറ്റൽ F, ഫസ്റ്റ് നെയിം ഉണ്ട്, അതൊരു സ്ട്രിങ് ആണ്, STRING സ്ട്രിങ്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ ടിൽറ്റ് സൈൻ കൊടുത്തിട്ട് ജേസൺ എന്ന് പറഞ്ഞിട്ട് എന്ത് പറയാം, അതിൻ്റെ പേരെന്തായിരുന്നേ, ഫസ്റ്റ് നെയിം ഇതായിരിക്കും എന്നുള്ള പോലെ ജേസണിൽ ഇതാണ് ഉപയോഗിച്ചോണ്ടേ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, സോ ഞാൻ ഈ പറയാണ് ലാസ്റ്റ് നെയിം സ്ട്രിങ് ആണ്, അതെന്താ ജേസണിലെ ഇങ്ങനെ വരുന്നുണ്ട്, ലാസ്റ്റ് നെയിം എന്ന് ഒരുമിച്ച് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മളുടെ ഏജ് അതെന്താ ഇൻറ്റാണ്, അത് നമുക്ക് ജേസണിൽ എങ്ങനെ വരുന്നത്, ജേസൺ ഡബിൾ കോട്ട്സ് കൊടുക്കുക, ഏജ്. ഓക്കെ, പിന്നെ നമുക്കെന്താ വരുന്നത്, പാസ്റ്റ്, അത് നമുക്കെന്താ ടൈപ്പ് എന്താ, ബൂളാണ്, ബൂളിയനാണ്. ഓക്കെ, അതിന് ബൂൾ എന്നാണ് പറയുക. ഓക്കെ, ജേസൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാപിറ്റൽ P കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജേസൺ ക്യാപിറ്റൽ P ഉണ്ടോ ഇല്ല, അപ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എററല്ല, ആ സംഭവം പ്രിൻ്റ് ആവില്ല. ഓക്കെ, സോ ഞാൻ ഇനി പറയുകയാണെന്ന് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കേണ്ടത്. സോ ഞാനിവിടെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ലെറ്റ്സ് സേ ഞാൻ പറഞ്ഞത് വേർ പേഴ്സൺ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിന്ന് അതൊരു അറേ ഓഫ് പേഴ്സൺ ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, പേഴ്സൺ എന്ന് പറയുന്നത് ഒരു അറേ ഓഫ് പേഴ്സണലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എറർ എന്നുള്ളത് എന്താ പറയേണ്ടത്, ജേസൺ എന്ന് പറയുന്ന പാക്കേജ് നമ്മൾ കയറ്റണം. സോ നമുക്കൊരു ജേസൺ എന്ന് പറഞ്ഞ എൻകോഡിങ് അല്ല, ജേസൺ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എൻകോഡിങ് ആണ്, encoding.json പറഞ്ഞു കൊടുത്തു, ഡോട്ട് അൺമാർഷൽ. നമ്മൾ അൺമാർഷലാണ് ചെയ്യാൻ ഓൾറെഡി നമുക്ക് ഡാറ്റയുണ്ട്. അപ്പോൾ ആ ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഗോലിക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആക്കി മാറ്റണം. സോ നമുക്ക് എന്ത് ചെയ്യണം, അൺമാർഷലാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ അൺമാർഷൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ എടുക്കുക, ഡാറ്റ ഓഫ് ബൈറ്റും വി ഓഫ് എനി ആണ് നമുക്ക് എടുക്കുക. ഓക്കെ, സോ ഞാൻ പറയുകയാണെന്ന് ഡാറ്റ ഓഫ് ബൈറ്റ് എങ്ങനെ കിട്ടിപ്പിക്കുക, നമ്മൾ ഓൾറെഡി ഇതൊരു ഇങ്ങനത്തെ ഫോമാറ്റിലല്ലേ ഡാറ്റ എടുക്കുന്നത്, എങ്ങനെ ബൈറ്റ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇത് കൊടുക്കുക, എന്നിട്ട് പറയാം ബൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, നമ്മുടെ മൈ ജേസൺ എന്നുള്ള പോലെ കൊടുക്കുക. ഓക്കെ, ഇത് എങ്ങോട്ടാണ് വരണ്ടേ, നമുക്ക് എങ്ങോട്ടാണ് വരണ്ടേ, എവിടേക്കാ, പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ വേരിയബിളിലേക്ക്. ഓക്കെ, പേഴ്സൺ എന്ന് പറഞ്ഞ് കൊടുത്തു, പക്ഷേ ഇത് നമുക്ക് അഡ്രസ്സ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തു. ഇപ്പോൾ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, ഇഫ് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എറർ നോട്ട് ഈക്വൽ ടു നിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എററിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് അർത്ഥം. വാല്യൂ ഉണ്ടെങ്കിൽ എന്താ വേണ്ടത്, ലോഗ് ഡോട്ട് പ്രിൻ്റ്എൽഎൻ എന്താ പറയണ്ടേ, ഫെയിൽ ടു അൺമാർഷൽ ദ ഡേറ്റ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ആണ്. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കി നോക്കാം എന്താ ഉണ്ടാവുക, നമുക്ക് നോക്കണമല്ലോ. അയ്യോ, ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടില്ല, പേഴ്സണെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണ്ടേ. ഓക്കെ, സോ ഞാൻ പറയുകയാണെന്ന് ലോഗ് ഡോട്ട് പ്രിൻറ്റിൽ തന്നെ കൊടുക്കാം, പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ റൺ ചെയ്ത് നോക്കി നോക്കാം, ഗോ റൺ main.go കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഒരു എറർ പോലെ എന്തോ കിട്ടി. ഓക്കെ, പാനിക് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് കിട്ടി, അയ്യോ സോറി, ഇത് പാനിക് എന്ന് പറഞ്ഞ പോലെ കൊടുത്ത കാരണം കൊണ്ടാണ് പാനിക് ലൈൻ കിട്ടിയേ. ഓക്കെ, പ്രിൻ്റ് ലൈനാണോ കൊടുക്കേണ്ടത്. സോ അപ്പോൾ ആ എറർ പോവും. ക്ലിയർ ചെയ്യാം, ഇനി റൺ ചെയ്ത് നോക്കി നോക്കാം. സോ നമുക്ക് എന്ത് കിട്ടി, ജോൺ
ഡോ 28 ട്രൂ, ജെയിൻ സ്മിത്ത് 34 ഫാൾസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇത് പ്രിൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പേഴ്സൺ നമുക്ക് ഫോർ ലൂപ്പിലിട്ടിട്ട് കറക്കിയിട്ട് നമുക്ക് ഓരോരുത്തൻ്റെ പേരോ അല്ലെങ്കിൽ ഏജ് മാത്രമോ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം മാത്രമോ എങ്ങനെയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്തത്, ഒരു ജേസൺ-ആയിട്ട് നമ്മൾ എന്ത് ചെയ്തത്, റീഡ് ചെയ്തത്. പക്ഷേ അൺമാർഷൽ ചെയ്തു, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, റീഡ് ചെയ്തത്. ഇനി നമുക്ക് വേറൊരു ജേസൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ കോഡ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ജേസൺ ഫയൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യില്ല, എന്നിട്ട് അതെങ്ങനെയാണ് റൈറ്റ് ചെയ്യുക എന്നുള്ള പോലെ നമുക്ക് നോക്കി നോക്കാം. സോ ഞാൻ പറയുന്നത് വേർ മൈ സ്ലൈസ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതെന്ന് പറയുമ്പോൾ എന്താ, സെയിം പോലെ തന്നെ എന്താ, പേഴ്സൻ്റെ സ്ട്രക്ചറിൽ തന്നെയാണ് നമുക്ക് മൈ സ്ലൈസ് കൊടുക്കണ്ടേ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, സോ ഞാൻ പറയാണ് വേർ M1 എന്നുള്ളത് എന്താ, പേഴ്സൺ ആണ്. ഓക്കെ, M1 ഡോട്ട് ഫസ്റ്റ് നെയിം എന്നുള്ളത് എന്താ വരണ്ടേ, മല്ലു. M1 ഡോട്ട് ലാസ്റ്റ് നെയിം എന്നുള്ളത് എന്താ വേണ്ടേ, പ്രോഗ്രാമർ. M1 ഡോട്ട് ഏജ് എന്നുള്ളത് എന്താ വരണ്ടേ, 24. M1 ഡോട്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടേ, പാസ്റ്റ് എന്നുള്ളത് ഒരു ബൂളിയനാണ്, ഞാൻ പറയുന്നത് ഫോൾസ് എന്നുള്ള പോലെ കൊടുത്തു, പാസ്സായില്ല എന്നുള്ള പോലെ ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ മൈ സ്ലൈസിലേക്ക് ആഡ് ചെയ്യണം. സോ മൈ സ്ലൈസിലേക്ക് ഞാൻ ആഡ് ചെയ്യുക. മൈ സ്ലൈസ് എന്താ, ഒരു ലിസ്റ്റാണ്. സോ ഈക്വൽ ടു append മൈ സ്ലൈസ് M1 എന്ന് പറഞ്ഞപ്പോൾ എന്തായി, ഈ ഡേറ്റാസ് നമ്മളിവിടെ അസൈൻ ചെയ്തിട്ടുള്ള ഡേറ്റാസൊക്കെ എന്ത് ചെയ്യും, മൈ സ്ലൈസിലേക്ക് കയറി കിടന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് M2 നമുക്ക് ഉണ്ടാക്കാം. സോ ലെറ്റ്സ് ഡു ദാറ്റ്. M2 എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ലെറ്റ്സ് ഗീവ് വേർ M1 M2 എന്ന് കോഡിങ് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേണ്ട, ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ള പോലെ എററാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഞാനിവിടെ കൊടുത്തു എന്തെന്ന്, സാമുവൽ ജോൺ, ലെറ്റ്സ് ഗീവ് ലൈക്ക് 44 ആൻഡ് ഹീസ് ട്രൂ. ഓക്കെ, സോ ഞാനതും കൊടുത്തു. അതും എന്ത് ചെയ്തു, മൈ സ്ലൈസിലേക്ക് അപ്പൻഡ് ചെയ്തു. സോ രണ്ട് വാല്യൂസ് എന്ത് ചെയ്തു, നമ്മൾ മൈ സ്ലൈസിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്തു. ഇനി അപ്പൻഡ് ചെയ്ത മൈ സ്ലൈസിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ മാർഷൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടണ്ടേ. ഓക്കെ, ഞാൻ പറയുകയാണെന്ന് ന്യൂ ജേസൺ എന്നുള്ള പോലെ കൊടുത്തു, കോമ എറർ എന്നുള്ള പോലെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്തെന്ന്, ജേസൺ ഡോട്ട് മാർഷൽ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇൻറ്റൻറ്റിൻ്റെ ആവശ്യമില്ല, ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള പോലെയുള്ളൂ. സോ ഞാൻ പറയുന്നത് എന്താ നമുക്ക് കൊടുക്കണ്ടേ, മൈ സ്ലൈസ് ആണ് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് എന്താ, മൈ സ്ലൈസ് അല്ലേ, കോമ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടോ, നമുക്കിവിടെ കാണാൻ പറ്റും എന്തൊക്കെയാണ് പ്രിഫിക്സസ് എന്തെങ്കിലും ഉണ്ടോ, ഇൻറ്റൻറ്റേഷൻ എത്രയാണ് വേണ്ടത്, അതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പ്രിഫിക്സ് നമുക്കൊന്നുമില്ല. സോ നള്ളായിട്ട് ഞാൻ കൊടുത്തു. ഇൻറ്റൻറ്റേഷൻ ഞാനൊരു 3 സ്പേസ് എന്നുള്ള പോലെ ഞാൻ കൊടുത്തു. ഓക്കെ, സോ ഇനി ഞാൻ പറയുകയാണെന്ന്, ഇഫ് എറർ നോട്ട് ഈക്വൽ ടു നിൽ, സെയിം പോലെ തന്നെ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ ഇറ്റ് സെൽഫ്. സോ ആ ഇഫ് കണ്ടീഷൻ ഞാനിവിടെ ഇട്ടു, എററിൻ്റെ കണ്ടീഷൻ മാത്രം ഇട്ടാ. ഇഫ് എറർ നോട്ട് ഈക്വൽ ടു നിൽ, ഫെയിൽ ടു അൺമാർഷൽ അല്ല മാർഷൽ ആണ്. ഓക്കെ, മാർഷൽ ദ ഡേറ്റ എന്നുള്ള പോലെ ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. നമുക്കെന്ത് പറയാം, എന്തെന്ന് ലോഗ് അല്ലെങ്കിൽ FMT പറയാം, FMT ഡോട്ട് പ്രിൻ്റ്LN എന്താ വേണ്ടേ, ന്യൂ ജേസൺ. ഓക്കെ, സോ ഇനി ഞാൻ ഇതൊന്ന് പ്രിൻ്റ് ചെയ്യാൻ നോക്കി നോക്കാം. ഇപ്പം എന്താണ് നമുക്ക് കണ്ടേ, ഒക്കെ ഓരോരോ കുത്തും കോമ്പിയും എന്നുള്ള പോലെ വന്നേ, ഓരോ നമ്പേഴ്സ് അല്ല വന്നേ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ ടൈപ്പ് എന്നുള്ളത് എന്തായിരിക്കും നമുക്ക് നോക്കി നോക്കാം. ഇത് ടൈപ്പ് എന്താ, ബൈറ്റ് ആണ്. സോ ബൈറ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രിങ് ആക്കണം. സോ നമുക്ക് എന്ത് പറയാം, അതിനെ റാപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് പറയാം, സ്ട്രിങ് ഓഫ് ന്യൂ ജേസൺ എന്നുള്ള പോലെ ഞാൻ പറഞ്ഞു കൊടുത്തു. ക്ലിയർ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് മല്ലു പ്രോഗ്രാമർ നമുക്ക് ആ ഒരു ജേസൺ സ്ട്രക്ചറിൽ നമുക്ക് എന്ത് ചെയ്തു, ഔട്ട്പുട്ട് പോലെ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. ഇപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ജേസൺ സ്ട്രക്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ജേസൺ സ്ട്രക്ചർ ചെയ്തില്ലെങ്കിൽ മൈ സ്ലൈസിൽ എന്തായിരിക്കും ഉണ്ടാവുക, ഇതിപ്പോൾ കണ്ടില്ലേ മൈ സ്ലൈസ്, നമ്മൾ മൈ സ്ലൈസ് ആണല്ലോ നമ്മൾ ജേസണിക്ക് മാറ്റി. അല്ലെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. സോ FMT ഡോട്ട് പ്രിൻ്റ്LN മൈ സ്ലൈസ്. ഓക്കെ, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും അതിൽ ഉണ്ടാവുക എന്നുള്ളത്. സോ മൈ സ്ലൈസിൽ എന്താ ഉള്ളത്, മല്ലു പ്രോഗ്രാമർ 24 ഫോൾസ് ഇങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. ഇതൊരു ജേസൺ സ്ട്രക്ചർ ആണോ, അല്ല. ഇതിന് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ, ഇല്ല. സോ അത് കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ജേസൺ സ്ട്രക്ചറിലേക്ക് നമ്മൾ മാറ്റി. സോ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ജേസൺ സ്ട്രക്ചർ ഉള്ളത് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇതിൽ ഈ ടൈപ്പ് ഓഫ് മാറ്റി, ലൈക്ക് നമുക്കൊരു സ്ട്രക്ട് അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ നമ്മുടെ ഗോല് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി റീഡ് ചെയ്തു. പിന്നെ നമുക്ക് എന്താ ഗോൾ റീഡ് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്നുള്ളത് അതാണിത്. അത് നമ്മൾ എന്ത് ചെയ്തു, ജേസൺ സ്ട്രക്ചറിലേക്ക് റൈറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.
please subscribe to the channel.